നിയമവർത്തനം 34:6 മോശയുടെ മരണത്തെക്കുറിച്ച് പറയാം. നമുക്കറിയാം, ഇസ്രായേൽ കണ്ട ഏറ്റവും സ്ട്രോങ് ലീഡറാണ് മോശ. 120 വയസ്സിലാണ് മോശ മരിക്കുന്നത്. മോബ് താഴ്വരയിൽ വെച്ചിട്ടാണ് മോശ മരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് ബൈബിളിൽ വളരെ മനോഹരമായി എഴുതിയിട്ടുണ്ട്, ഗോഡ് ബെറീഡ് ഹിം. ദൈവം അടക്കിയെന്ന് പറയാം. ഗോഡ് ബെറീഡ് ഹിം. 120 വയസ്സിൽ മരിക്കുമ്പോൾ അത് വലിയ പ്രായമൊന്നുമല്ല ആ സമയത്ത്. ഇങ്ങനെ കൂടി എഴുതുന്നുണ്ട്, അവൻ്റെ കാഴ്ച മങ്ങുകയോ അവൻ്റെ ശക്തി ക്ഷയിക്കുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മോശ മരിച്ചത് നല്ല ആരോഗ്യവാനായിട്ട് തന്നെയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദൗത്യം കംപ്ലീറ്റ് ചെയ്തിട്ട് അദ്ദേഹം പോവാണ്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ മരണം ഭയങ്കര സ്ട്രോങ് എലമെൻ്റാണ്. പ്രത്യേകിച്ച് ഉത്തമഗീതത്തിൽ 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത്, പ്രേമം പോലെ ശക്തമാണ് മരണം, പ്രേമം പോലെ ശക്തമാണ് മരണം എന്ന് പറയാം. ബൈബിളിൽ ഡെത്തിന് ഉപയോഗിക്കുന്നൊരു ഇഡിയം എന്ന് ആ ഒരു വാക്കിങ്ങനെയാണ്, അത് ഡിവൈൻ കിസ് എന്ന് പറയാം. മരണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിവൈൻ കിസ്, ദിവ്യമായ ചുംബനമാണ് മരണം എന്ന് പറയാം. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ സാബത്ത് ദിവസം മരിക്കുമ്പോൾ എങ്ങനെ പറയണ, ഈ ഡൈഡ് വിത്ത് എ ഡിവൈൻ കിസ്, അങ്ങനെ പറയാം. ഈ ഡൈഡ് വിത്ത് എ ഡിവൈൻ കിസ്, അവൻ ദിവ്യമായ ചുംബനത്താൽ മരിച്ചു എന്ന് പറയാം. ഒരു ബ്യൂട്ടിഫുൾ തിയോളജി അതിൻ്റെ അകത്തുണ്ട്. ഫ്രം ദ മൗത്ത് ഓഫ് ഗോഡ് വി കെയിം ആൻഡ് ഫ്രം ദ മൗത്ത് ഓഫ് ഗോഡ് വി റിട്ടേൺ എന്ന് പറയാം. നമ്മൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നു. ദൈവത്തിൻ്റെ വാക്കിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഉണ്ടാവുന്നത്. മനുഷ്യനുണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന് നമ്മൾ വരുന്നു, ദൈവത്തിൻ്റെ വായിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. ഇറ്റ്സ് കോൾഡ് ഡിവൈൻ കിസ്. മരണം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ കിസ്സാണ്. ദൈവം വന്ന് നമ്മൾ ചുംബിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഇസ് ഡെത്ത്. ദൈവം വന്ന് ചുംബിക്കുകയാണ്. ദാവീദ് രാജാവിൻ്റെ മരണത്തെക്കുറിച്ച് പറയാം. ആ മരണത്തിൻ്റെ സമയം ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, എന്നെ നീ ഒരു ഒലിവ് മരത്തിൻ്റെ താഴെ കൊണ്ട് കിടത്തെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സോളമന് ഇങ്ങനെ ഉപദേശം കൊടുത്തു പോകുന്നൊരു അപ്പൻ്റെ മരണം കാണുന്നുണ്ട്. മരണം ഭയങ്കര സുന്ദരമായൊരു കാഴ്ചയാണ് മരണം എന്ന് പറയുന്നത്. വളരെ സുന്ദരമാണ്. നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന പാട്ടെന്ന് പറയുന്നത് മരണമെത്തുന്ന നേരത്തുന്ന റഫീഖാവും അതിൻ്റെ വളരെ മനോഹരമായൊരു പാട്ടാണ്. ഇത് മരണത്തിൻ്റെ പാട്ടല്ല, ശരിക്കും ഇത് പ്രണയത്തിൻ്റെ പാട്ടാണ്. മരണത്തെ പ്രണയിക്കാൻ പറ്റണം. ദൈവം എന്നെ ചുംബിക്കുന്നതാണ് മരണം എന്ന് ഓർക്കുമ്പോൾ പിന്നെ നമ്മളെങ്ങനെ പേടിക്കുക? ആ പ്രണയത്തിൽ നിന്നുകൊണ്ട് ഈ പാട്ട് കേൾക്കാം. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ, കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ, ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ, മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ഇനി തുറക്കേണ്ടതില്ലാത്ത കണ്ണുകളിൽ പ്രിയതേ നിൻമുഖം മുങ്ങിക്കിടക്കുവാൻ, ഒരു സ്വരം പോലുമിനി എടുക്കാത്തൊരീ ചെവികൾ നിൻ സ്വരമുദ്രയാൽ മൂടുവാൻ, അറിവും ഓർമ്മയും കത്തും ശിരസിൽ നിൻ ഹരിത സ്വച്ഛ സ്മരണകൾ പെയ്യുവാൻ, മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ.
അധരമാം ചുംബനത്തിൻ്റെ മുറിവു നിൻ മധുര നാമജപത്തിനാൽ കൂടുവാൻ പ്രണയമേ നിന്നിലേക്കു നടന്നൊരൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ പ്രണയമേ നിന്നിലേക്കു നടന്നൊരൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ അതുമതി ഉടൽ മൂടിയ മണ്ണിൽ നിന്നിവന് പുൽക്കൊടിയായി ഉയിർത്തേൽക്കുവാൻ മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ Mm-hmm.